കുഞ്ഞേ, എന്താ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇവർ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യാണ്. ഒരു സൗകര്യം തീരുന്നില്ല റാസ്കൽസ്. ഇപ്പൊ തന്നെ പാർട്ട് ടൈം ജോലി തുടങ്ങാൻ ഉത്സാഹം എന്ത്? പൈസ കിട്ടും, പെണ്ണും കിട്ടും. അപ്പൊ ഇതേ ജോലി നാട്ടിൽ ചെയ്താലോ? പട്ടി വിലയും പുച്ഛവും കിട്ടും. ഡോക്ടർ എവിടെ? ഡോക്ടറോട് എന്നെ അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു കയറ്റാൻ പറയടി. എല്ലാരും വന്ന് എന്റെ കവളത്ത് പിച്ചിട്ട് അച്ഛനെ പോലെ ഉണ്ട് അമ്മയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് വേദനിപ്പിക്കുക. മോനെ എന്തു പറ്റി? ടീച്ചർ പറഞ്ഞു ആരെ ഉപദ്രവിക്കരുതെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ വിദ്യാർത്ഥികളാ, ഗുണ്ടകളല്ല. ചെറിയ വയസ്സിൽ പലചരക്ക് കട തുടങ്ങിയതിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പലചരക്കും വരും കടം കൊടുക്കാതെ ഇരിക്കുക. എന്തിനാ മോൻ ഇങ്ങനെ പണിയെടുക്കുന്നത്? എന്റെ ക്രഷിന് ഡയറി മിൽക്ക് സിൽക്ക് ഭയങ്കര ഇഷ്ടാ. അവളെ ഒന്ന് വളക്കാൻ മേടിച്ചു കൊടുക്കണം. അതിന് പൈസ വേണ്ടേ? ഹലോ ഗായ്സ്, ഞാൻ എന്റെ കലാപരിപാടി തുടങ്ങാൻ പോവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ടുപേരും നല്ല ഫിറ്റാ. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതിന് നീ ഇന്ന് ഫുഡൊന്നും ഉണ്ടാവൂലേ? പിണങ്ങിയോ? വേണേ തന്നെ താനേ ഉണ്ടാക്കി കഴിച്ചോ, അല്ലെങ്കിൽ വെളിയിൽ ഓർഡർ ചെയ്തോ. ഞാൻ ഇനി ഉണ്ടാക്കി തരൂല, നിർത്തി. കുഞ്ഞേ, കണ്ടിട്ട് വിഷമത്തിലാണ് തോന്നുന്നു. ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നു. ടീച്ചർ എന്നെ അടിക്കും. ഞാൻ പോകുന്നില്ല സ്കൂളിലേക്ക്. ഫ്രണ്ട്സ്, ഞാൻ ഇത് ഗിവ് അവേ കൊടുക്കാൻ പോവാണ്. രണ്ടും അടുത്താ. ഇനി വേണ്ട, ഇവിടെ വെച്ച ഇവരെനിക്ക് പിന്നെയും തരും. വേഗം വന്നിട്ട് എടുത്തിട്ട് പോയിക്കോ. കമന്റ് അടിച്ചാക്ക് പാമ്പേഴ്സ് തരാ, ലൈക്ക് അടിച്ചവർക്ക് സെർലക്കും തരാ. കുഞ്ഞിനെ അമ്മൂമ്മ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കാം കേട്ടോ. അയ്യോ, എന്റെ അമ്മ, ആരെങ്കിലും ഓടി വരണേ. ഈ പെണ്ണുമ്പിള്ള എന്നെ മസാലയൊക്കെ തേച്ച് ഇപ്പൊ മന്തിയാക്കും. സമയം വൈകി. ഇനി എപ്പോഴാ ഫംഗ്ഷൻ എത്തുന്നത്? നീ കാരണമാണ്. നിന്റെ മേക്കപ്പ് ആണ് കൂടുതൽ സമയം. ഇനി എവിടെ പോവാണേലും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എങ്ങോട്ടാ പോകുന്നത്? ഉറക്കത്തിൽ നിന്ന് എടുത്തു കുളിപ്പിക്കുന്ന സൈക്കോ അമ്മയെ ഡിവോഴ്സ് ചെയ്യണം. മോനെ, രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് കരഞ്ഞ അച്ഛനെ അമ്മയെ ഉറങ്ങാതിരിപ്പിക്കുന്ന എന്തിനാ? അതാണ് എന്റെ ഹോബി. എന്നിട്ട് ഞാൻ ചിരിക്കും. മോൻ എന്തിനോടെ പണിയെടുക്കുന്നേ? ഡയപ്പറിനൊക്കെ എന്താ പൈസ എന്ന് അറിയോ?